എന്നൊരു ഓപ്ഷൻ ബയേഴ്സിന് നല്ലൊരു ദിവസമായിരുന്നു. എന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഇല്ലാണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ അടുത്ത ട്രേഡ് നമ്മൾ നോക്കാം. അതിന് മുമ്പ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു. എന്തോ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഹൈ മൂവ്മെൻറ്റ് നിന്ന് പ്രീവിയസ് ഡേ ഹൈയിൽ നിന്ന് ടച്ച് ചെയ്തു. ആക്ച്വലി പ്രീവിയസ് ഡേ ഹൈയിൽ ടച്ച് ചെയ്തില്ല, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഹൈ തന്നിരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ആണ് നല്ലൊരു മൂവ്മെൻറ്റ് പിന്നെ തന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി, ഈ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ അന്നത്തെ ട്രേഡ് പ്ലാൻസ് ഞാൻ കാണിച്ചു തരാം. ഇന്നെടുത്ത ട്രേഡ്സ് ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ തന്നു. ചെറിയൊരു കംപ്രഷൻ. നമ്മൾ പ്രൈസ് ആക്ഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിക്കുകയാണെങ്കിൽ, അത് ICT വെച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോബബിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്രഷൻ കഴിഞ്ഞിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ രാവിലെ ഒരു കംപ്രഷൻ കാണാം. അത് കഴിഞ്ഞിട്ട് 3 ബിഗ് ക്യാൻഡിൽസ് വന്നു. അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തു, ഒരു ഇംബാലൻസ് ഫോം ചെയ്തു. മാർക്കറ്റ് അവിടെ വരെ എൻ്റർ ചെയ്യാൻ വെയിറ്റ് ചെയ്തു. എൻ്റർ ചെയ്തു. ക്യാൻഡിൽ കൺഫർമേഷൻ, അതൊരു ഡോജി ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ടായില്ല. ഒരു റീ എൻട്രി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻട്രി ചെയ്തത്. മാർക്കറ്റിൽ എൻട്രി എടുത്ത് നമുക്ക് എൻട്രി ട്രിഗറായത്. അവിടെ നിന്ന് ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ 20 പോയിൻറ്റ്സ് ഉണ്ടായുള്ളൂ. പക്ഷേ അവിടെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു. അതൊരു 3 ബോട്ടത്തിൽ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു. ബേസിക്കലി ഞാൻ ICT വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെൻഡ് ലൈനിലാണ് വെക്കുക. അപ്പോൾ മാർക്കറ്റ് ബേസിക്കലി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നെ വരെ പോയി. ഇവിടെ വരെ ഓൾമോസ്റ്റ് ആ ട്രേഡ് കിട്ടിയിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റി. മാർക്കറ്റ് ആ ഓർഡർ ബ്ലോക്കിൽ കയറി സ്വിംഗ് ലോ മേക്കാണ് വരെ നമ്മൾ പോയി, അതും എടുത്തു. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റാണ് അവിടെ കിട്ടിയത്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് അടുത്തത് സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഹൈ വാല്യൂ ഓർഡർ ബ്ലോക്ക് ആണെന്ന് അറിയാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ നോക്കാം. നമ്മുടെ ഈ ഓർഡർ ബ്ലോക്കിന് ശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി, വിച്ച് മീൻസ് ഇറ്റ്സ് ഹൈ പ്രോബബിലിറ്റി ഫെയർ വാല്യൂ ഗ്യാപ്പ്. അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ ഓർഡർ ബ്ലോക്ക് ക്രോസ് ചെയ്ത് മാർക്കറ്റ് പോയി, വിച്ച് മീൻസ് ഇറ്റ്സ് ഒബ്വിയസ്ലി ചേഞ്ച് ഇൻ ബ്രേക്കർ ബ്ലോക്ക്. നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് നോക്കി ചേഞ്ച് ചെയ്ത് പോയി. അവിടെ ഒരു റീടെസ്റ്റ് വന്നു, അതിൽ നമ്മൾ എൻട്രി ക്യാച്ച് ചെയ്തു. നമ്മൾ ഈ സ്വിംഗ് ഹൈ ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റിലെത്തി. മാർക്കറ്റ് അവിടെ തന്നെ ഒരു ബിഗ് ക്യാൻഡിൽ വന്നു. ഓൾമോസ്റ്റ് ന്യൂ ഹൈ മെയ്ഡ് ചെയ്തു മാർക്കറ്റ്. അവിടെ വരെ പോയിരുന്നു. ഈ ബിഗ് ക്യാൻഡിൽ നമ്മൾ പ്രീമിയം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഉച്ച സമയം 12 മണി കഴിഞ്ഞാൽ തന്നെ പ്രീമിയം നല്ല രീതിക്ക് BK വന്നിട്ട് ആ ഒരു പമ്പ് പ്രീമിയത്തിൽ കിട്ടിയിരുന്നു. നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടി. അവിടെ നമ്മളെടുത്തു. ദാറ്റ് വാസ് ഇറ്റ്. പിന്നെ ഈ ട്രേഡ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തെന്നുള്ളൂ, ഞാൻ എടുത്തില്ല. ബേസിക്കലി ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് കറക്റ്റ് ഓർഡർ ബ്ലോക്ക് എടുത്ത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലാസ്റ്റ് വന്നൊരു മൂവ്മെൻറ്റ് നമ്മുടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂവ്മെൻ്റ് ആയിപ്പോയി. ഒരു രീതിയിലും എൻട്രി ഇല്ലാത്ത മൂവ്മെൻ്റായിരുന്നു എനിക്കത്. ഈ റിലയൻസിൻ്റെ ആനുവൽ ജനറൽ മീറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മേ ബി അതിൻ്റെ ഒരു എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. പുതിയ പുഷ് ഏറ്റവും പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഹൈയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലത്തെ മാർക്കറ്റ് അറിയാം ലാസ്റ്റ് ഒരു സെൽ ഓഫ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നെന്നാൽ ഒരു ഹൈ മെയ്ഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ നാളെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുക. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് തന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിങ് വരെ എത്തിയിട്ട് ഒരു റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക, ഇന്നത്തെ ക്ലോസിങ്ങിലെത്തുക, അത് കഴിഞ്ഞിട്ട് റീട്രേസ്മെൻറ്റ് തരാം. പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നാളത്തെ മാർക്കറ്റ് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ബൈ.